ജനങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നതെന്ന് കൂടി നോക്കാം അല്ലേ. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഈ ആര്യനാട് മേഖലയിലാണ്. ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ അവിടെ നിന്നൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പോയി തുടങ്ങുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ആളുകൾ കുറഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾ നോക്കുകയാണ്. ചേട്ടാ, വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? എങ്ങനെയാ ഇവിടുത്തെ സാഹചര്യം? അരുവിക്കര ആര് കൊണ്ടുപോകും? സ്റ്റീഫൻ ആണല്ലേ? ഉറപ്പാണോ? എന്താ കാര്യം അങ്ങനെ പറയാൻ? പ്രവൃത്തി എല്ലാം കൊണ്ടും അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ പോയി നോക്കാം. ചേട്ടാ, കട അടയ്ക്കാറായോ? എങ്ങനെയാ അരുവിക്കരയിലെ സ്ഥിതി? ഒന്നും പറയാറായിട്ടില്ല. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. ആ രണ്ടുപേരും വെച്ചാൽ LDF UDF ആണോ? LDF UDF. അപ്പൊ ശിവകുമാറും സ്റ്റീഫനും. ചേട്ടൻ എന്ത് തോന്നുന്നു? എന്താണെന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പറയാം. ഓ, വോട്ട് ചെയ്യുമല്ലോ അല്ലേ? വോട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ചേട്ടൻ ഒരു ഉറച്ച തീരുമാനമുണ്ട് മനസ്സിൽ? അത്രേ ഉള്ളൂ. അതിപ്പോ തൽക്കാലം പറയുന്നില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ആര്യനാട് ഇപ്പൊ എത്ര സമയം 8:30 ആയപ്പോഴേക്ക് ആളുകൾ കുറഞ്ഞോ? കാര്യം എന്നറിയാം, ഈ കൊറോണ ശേഷം ആൾക്കാർ നേരത്തെ കൂട്ടി ആൾക്കാർ കുറവാണ്. ഇവിടെ ജയിക്കാൻ സ്റ്റീഫൻ തന്നെ ഉറപ്പ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 വർഷത്തെ വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റ കട്ടയ്ക്ക് അയാൾ നിൽക്കില്ലേ. പിന്നല്ല, ഇവിടെ നേരത്തെ ശബരിമല വന്നപ്പോഴൊന്നും അങ്ങനെയുള്ള വികസനം വന്നിട്ടില്ല. ശിവകുമാർ 2ാം സ്ഥാനത്ത് പറഞ്ഞേ, അതൊന്നും പറയാൻ നോക്കൂല നമുക്ക്. ഏതായാലും നാട്ടുകാർ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്നുകൂടി കാണാം. പറയാക്കില്ല, രണ്ടുപേരും കട്ട നിൽക്കുകയായിരുന്നു. രണ്ടുപേരും എന്ന് പറയുമ്പോൾ LDF UDF. BJP ചിത്രത്തിലില്ലേ? ചിത്രത്തിൽ ഉണ്ട്, എന്നാലും ജയിക്കില്ല. ചേട്ടാ, എങ്ങനെയുണ്ട് മത്സരം? കടുത്ത മത്സരമാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പം. എന്നാലും സ്റ്റീവന് ചാൻസ് ഉണ്ട്. എന്തുകൊണ്ട് ചേട്ടാ അങ്ങനെ തോന്നുന്നത്? അല്ല, പുള്ളി ഒരു നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ പറയാം, നമുക്കറിയാവുന്ന ഒരാളായുണ്ട്. വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? വികസനം ഉണ്ട്, നേരത്തെക്കാളിലും പരമാവധി കുഴപ്പമില്ല. എങ്കിലും ടൈറ്റ് മത്സരമാണ് 3 പേരും. അത് ജയിക്കുമെന്ന് ജനങ്ങൾ തീരുമാനിക്കണം. ജീവനെ മുൻതൂക്കമുണ്ട് എന്നുള്ള പ്രതീക്ഷയുണ്ട്. ജയിക്കുമെന്ന് ഇപ്പോഴും പറയാൻ പറ്റും? ഇപ്പോഴും പറയാൻ പറ്റില്ല, അത് ജനങ്ങളെ കയ്യിലല്ലേ. അടുത്ത മത്സരമായിരിക്കും. ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ ഈ റോഡ് നന്നാക്കണം, പാലം കെട്ടണതും അല്ല വീട് പൂശുന്നതുമാണ് വികസനം. അത് സ്വാഭാവികമാണ്. എൻ്റെ അച്ഛൻ കിടന്ന ഒരു ഓടിട്ട് വീട്ടിലാണ്, ഞങ്ങൾ ഇപ്പോൾ കിടക്കുന്ന ടെറസ്. അപ്പോൾ കാലത്തിനനുസരിച്ച് അത് മാറും. അല്ലാതെ വികസനം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു 25,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം, അതൊരു വികസനമാണ്. മത്സരം ശക്തമായിട്ടുള്ള മത്സരം തന്നെ. മുഖച്ഛായൊക്കെ മാറിയിട്ടുണ്ട്, റോഡും അതും ഇതൊക്കെ അങ്ങനെ മാറിയെന്നൊരു കാഴ്ചപ്പാടുണ്ടോ? അതൊക്കെ പ്രതിഫലിക്കുമോ തെരഞ്ഞെടുപ്പിൽ? ആര് ജയിക്കുന്നറിയില്ല. സ്റ്റീഫൻ നിലനിർത്തുമോ? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടും കട്ടക്കെട്ടൊക്കെയാണ്. കോൺഗ്രസിൻ്റെ ഇടത് സ്റ്റീഫനാണ് മുൻതൂക്കം. പക്ഷേ BJP കഴിഞ്ഞ നേരത്തെക്കാലം വോട്ട് കൂടുതൽ മേടിക്കും. നല്ല ചൂട്, നല്ല അല്ലാത്ത ചൂടും തിരഞ്ഞെടുപ്പ് ചൂടും 3 പേരും ഇഞ്ചോട് ഇഞ്ച് നിൽക്കുകയാണ്. അത് ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണമെന്ന്. ആളുകളുടെ വോട്ടർമാരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നിയമത്തെക്കുറിച്ചും വട്ടിയൂർക്കാവിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ തന്നെ അരുവിക്കരയിലും വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് കാത്തിരിക്കാം ജനവിധിക്കായി. ബാക്ക് ടു SKN. Okay, thank you, KR Gopikrishnan. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.